സീക്വൻസ് എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഒരു സീക്വൻസ് എടുക്കാം. സീക്വൻസ് എടുത്തിട്ട് 1080 × 25. ഓക്കെ, അപ്പോൾ സീക്വൻസ് നമുക്ക് ആക്റ്റീവായി. ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. മീൻസ് ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെ നിന്ന് ടെക്സ്റ്റ് എടുത്താലും കുഴപ്പമില്ല. ടൈപ്പ് ടൂളും ഉണ്ട്, വെർട്ടിക്കൽ ടൂളും ഉണ്ട്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്കിവിടെ എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്തേ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ടൈപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, എഡിറ്റിംഗ് ടൈപ്പ് ചെയ്തു. ഞാനിവിടെ ഇതിനെ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതുണ്ട് എക്സ്റ്റൻഷൻ, വിൻഡോയ്ക്കകത്ത് എക്സ്റ്റൻഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇതിൻ്റെ അകത്ത് ജ്യൂസ് പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു പ്ലഗിനാണ്, ഫ്രീ പ്ലഗിനാണ്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഞാനതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഡൗൺലോഡ് ചെയ്യുന്ന കാണിക്കുകയാണ് ഇൻ പ്രോഗ്രസ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മോഷൻ ഗ്രാഫിക്സിൻ്റെ ടെംപ്ലേറ്റോട് കൂടി നമ്മൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇത് മീൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്ക് കിട്ടും. എല്ലാം കിട്ടത്തില്ല. എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാശ് കൊടുക്കണം, എന്നാലേ എല്ലാം കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് ഗ്ലിച്ച്, കണ്ടോ? ഗ്ലിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇമ്പോർട്ട് യുവർ ഫസ്റ്റ് എലമെൻറ്റ്. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ അനലോഗ് ഗ്ലിച്ചിലോട്ട് കയറി. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലിച്ചിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഗ്ലിച്ച് വേണം, കണ്ടോ? ഇമ്പോർട്ടിങ് ഇൻ പ്രോഗ്രസ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. യു ഹാഡ് മെയ്ഡ് ഇറ്റ്, നൗ ഗോ ടു യുവർ പ്രോജക്റ്റ്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതാ കണ്ടോ ആ എഡിറ്റിങ്ങിൻ്റെ മുകളിലേക്ക് ഈ ഒരു സാധനം കയറിപ്പോവും. കണ്ടോ? ഇനി നമുക്ക് എഡിറ്റിംഗ് മാത്രം അനിമേറ്റ് ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും BG എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ലിക്വിഡ് എലമെൻറ്റ്സും എക്സ്പ്ലോഷൻ അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. തൽക്കാലം ഇതിങ്ങനെ നിന്നിട്ടെ. ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നോക്കിയേ, പ്ലേസ് ഹോൾഡർ എന്നാണ് കാണിക്കുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യാം? നമുക്കെല്ലാം ഇതിൽ കൺട്രോൾ ചെയ്യാം. ലൈറ്റിംഗ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടിംഗ് ഇൻ പ്രോഗ്രസ്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ചുമ്മാ അല്ല, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഫയർഫോക്സിൻ്റെ അടുത്ത് മുകളിലിടുക. ഇത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ? ഇപ്പോൾ രണ്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലൈറ്റിംഗ് സ്റ്റോം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ഫ്രീയിൽ തന്നെ ഇത്രയും കാര്യങ്ങളുണ്ട്. കണ്ടോ? ഫ്രീയിൽ തന്നെ സ്പ്ലിറ്റ് സ്ക്രീനുണ്ട്. അതേപോലെ നമുക്ക് ടെക്സ്റ്റ് ഒന്നും ചെയ്യേണ്ട, വെറുതെ വലിച്ചത് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവമായി. പ്ലേസ് ഹോൾഡർ എന്നാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ട് കൊടുക്കുക. എല്ലാത്തിനും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സംഭവം നമുക്ക് പ്രശ്നം വരത്തില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ ഡ്രാഗ് ചെയ്തിട്ടിട്ട് ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്തതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്തായാലും പ്ലേസ് ഹോൾഡർ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടോ? അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്ത് ബാക്കിയെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹാങ് ആവും. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കണമെന്ന് വെച്ചോ. ഞാൻ ഈ എഡിറ്റിങ്ങിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞേ. നോക്കിയോ? അതിന് മുന്നേ വന്നു ഈ സംഭവം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അല്ലാതെയും ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എഡിറ്റ് ചെയ്യാം. കണ്ടോ? ടെക്സ്റ്റ് 1, ടെക്സ്റ്റ് 2, ട്രെൻഡ് കളക്ഷൻ മാറ്റുക. കേട്ടോ? എഡിറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ് കൊടുത്തു. മോഷൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കേട്ടോ? മോഷൻ ഗ്രാഫിക്സ്, ദെൻ അവൈലബിൾ നൗ. മോഷൻ ഗ്രാഫിക്സ് സ്പെല്ലിംഗ് തെറ്റിപ്പോയി, PHICS. ഓക്കെ, മോഷൻ ഗ്രാഫിക്സ്. ദെൻ എന്ത് കൊടുക്കാം? എന്തെങ്കിലും ഒരു സംഭവം കൂടെ കൊടുക്കാം, VFX എന്തെങ്കിലും ഒന്നും. കണ്ടോ? ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് വേറെ ഇതില്ല, ഏത് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ഇതെങ്ങനെ ഔട്ട് എടുത്തിട്ട് വേറെ ഒന്നിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഉദാഹരണത്തിന് ഇതിനെ ഞാൻ ഔട്ട് എടുക്കുകയാണ്. ഞാൻ ഇതുവരെയുള്ള അനിമേഷൻ. ഓക്കെ, അപ്പോൾ C അടിച്ചിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഞാൻ കളഞ്ഞതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഫയൽ എക്സ്പോർട്ട് മീഡിയ. അപ്പോൾ ഞാൻ മീഡിയ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനെ ഞാനൊരു ഡെസ്ക്ടോപ്പിൻ്റെ അകത്തോ ഡൗൺലോഡ്സിൻ്റെ അകത്തോ ഇടാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ന്യൂ എന്ന് പറഞ്ഞു കൊടുത്തേ. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഇത് കണ്ടോ? താഴെ കിടപ്പുണ്ട് എക്സ്പോർട്ട്. ഓക്കെ, എക്സ്പോർട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പോർട്ട് ആവും. കണ്ടോ? അതായത് എക്സ്പോർട്ട് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഏത് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇടാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് BG ബ്ലാക്ക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ടായിക്കോളും. നോക്കിക്കോണേ.
അപ്പം ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഇതിൻ്റെ അകത്ത് ഈ ഒരു ഈ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന എക്സ്പോർട്ട് ചെയ്യണം. ഫയൽ ഇമ്പോർട്ട് എവിടെ നിന്നാണ്? ഡൗൺലോഡ്സിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇത് കിടപ്പുണ്ട്. ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ അടുത്ത് എവിടെ ഇടുന്നു? ഇതിൻ്റെ മുകളിലിടുന്നു. പക്ഷേ എന്താണ്, ബ്ലാക്ക് ഉണ്ടല്ലേ? ബ്ലാക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എഫക്ട്സ് കൺട്രോൾസ് അല്ലെങ്കിൽ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്, എഫക്ട്സിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒപ്പാസിറ്റി ഉണ്ട് കണ്ടോ, നോർമൽ മാറ്റുക, സ്ക്രീൻ ആക്കുക. വർക്കിംഗ് ആയോ? ഓക്കെ, കണ്ടോ? ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ബ്ലാക്ക് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് വെച്ചിട്ട് അനിമേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ജ്യൂസ് എന്ന് പറഞ്ഞ സംഭവമാണ്. എല്ലാ പ്ലഗിനും കൂടെയാണ് നല്ല കാശാവും. ഇത് ഞാൻ ഫ്രീ സംഭവം എടുത്തിരിക്കുക. ഫ്രീ നമുക്ക് വെറുതെ കിട്ടും. ജ്യൂസ് മാനേജർ എന്ന് പറഞ്ഞ സംഭവമാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലിക്വിഡ് എലമെൻറ്റ്സോ ഷേപ്പ് എലമെൻറ്റ്സോ നമുക്ക് ഏത് വേണം, സ്പ്ലിറ്റ് സ്ക്രീനോ, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. മോഷൻ കഫേ കണ്ടോ, ഇങ്ങനത്തെ ഇതൊക്കെ ഇല്ലേ അത്. അതേപോലെ ടൈറ്റിലൊന്നും എല്ലാവരും തന്നിട്ടില്ല. ജസ്റ്റ് നമുക്കിത് വർക്ക് ചെയ്യുമ്പം അടിപൊളിയായിട്ട് തോന്നുമ്പോൾ നമുക്ക് വാങ്ങിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. ഗ്ലിച്ച് കണ്ടോ, സ്റ്റാർട്ടർ പാക്കാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണത്തില്ല. കണ്ടോ, ഇങ്ങനെയുള്ള ഇതുണ്ടോ, ഈ ടൈപ്പ് ഓഫ് അനിമേഷൻ, ഫ്ലാറ്റ് ഐക്കൺ, ഫിലിം നോയ്സ്, എസെൻഷ്യൽ സർവൈവർ, ബിഗ് ഇമ്പാക്റ്റ്, കണ്ടോ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മറ്റേ പൊട്ടിത്തെറിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടാം കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിലിടാം. ഡ്രാഗ് ചെയ്ത് ഇവിടെ കണ്ടോ, ഇപ്പോൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടു. പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഒപ്പാസിറ്റി എന്താക്കാം, സ്ക്രീൻ കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി. ബ്ലാക്ക് ആണെങ്കിൽ എന്താണ്, നമുക്ക് ഈസി ആയിട്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ മോഷൻ എക്സ്റ്റൻഷൻ്റെ അകത്ത് ഏതാണ് ഏതാണ് ജ്യൂസ് മാനേജർ. അതുപോലെ നമുക്ക് മോഷൻ ബ്രോ ഉണ്ട്. എല്ലാം ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മോഷൻ ബ്രോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ട്രാൻസിഷൻസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പാൻ, സൂം, കണ്ടോ, ഇങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം ഇതിപ്പോൾ ഓഡിയോയും കൂടി ഇതിൽ കിടക്കുകയാണേ. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺലിങ്ക് ചെയ്യുക. എന്നിട്ടിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പാൻ ചെയ്തിട്ട് പോകേണ്ട ഒരു ഫുട്ടേജാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പ്ലസ് അടിച്ചിട്ട് അടിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉണ്ടോ, ഏത് വൈപ്പാണെങ്കിൽ വൈപ്പ് ഇതിനെടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. ദിസ് പ്രീസെറ്റ് ഡു നോട്ട് അപ്ലൈ ഫോർ പ്രീമിയർ പ്രോ. ഓക്കെ, അപ്പം ഇത് ചിലപ്പോൾ ആഫ്റ്ററിനുള്ളതായിരിക്കും, മനസ്സിലായോ? അപ്പം അങ്ങനെയും ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ എല്ലാ ഇതിലുള്ള ഞാനിത് മൊത്തത്തിലങ്ങ് ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയതാണ്. സ്റ്റോർ ഉണ്ട്, അതിൻ്റെ അകത്ത് ബണ്ടിൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം കൂടെ യൂസ് ചെയ്താൽ നമുക്ക് അത്രയും കണ്ടോ, ഇത്രയും സംഭവങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് $55 മോഷൻ ബ്രോ ഫോർ ആഫ്റ്റർ എഫക്ട്സ് മൊത്തവും ഉണ്ടോ. അതായത് പരസ്യമാണ് സംഭവം. 58 ഗെറ്റ് ദിസ് പ്രോഡക്റ്റ് മോഷൻ ബണ്ടിൽ അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രാൻസിഷൻ ഫോർ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കണ്ടോ. ഓൾ ഇൻ വൺ പ്ലസ് $29 ഗ്രാഫിക്സ് എലമെൻറ്റ്സ്. ട്രാൻസിഷൻസ് ആണെങ്കിൽ ട്രാൻസിഷൻസ് പ്രീസെറ്റ് നമുക്കെല്ലാം കിട്ടും. നെറ്റ് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കിയാൽ മതി. ഇതെല്ലാം ഫ്രീ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒറ്റ ഡൗൺലോഡ് ചെയ്യുക. അവർ ഡയറക്റ്റ് സൈറ്റ് തന്നെയാണ്. ആ ഡയറക്റ്റ് സൈറ്റിൽ തന്നെ അവരെന്ത് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, ഫ്രീ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നമില്ല, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. മോഷൻ ബ്രോ എന്ന് പറയുക, മോഷൻ ബ്രോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ആണെങ്കിൽ എല്ലാം വേണം. സ്റ്റോറിൽ കയറി അതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഓവർലാപ്പിംഗ് ട്രാൻസിഷൻ ഉണ്ട്, പാന്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സൂം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ കൊടുത്ത് നോക്കാം. ഇല്ല, പ്രീമിയറിൽ വരാത്ത കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇതിൻ്റെ അകത്തുള്ള ടൂൾസ്. അതുപോലെ ആഫ്റ്ററിലാണ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. മോഷൻ ബ്രോ കൂടുതൽ ആഫ്റ്ററിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഷൻ്റെ അകത്ത് തന്നെ ആറ്റം എക്സ് എന്ന് പറഞ്ഞൊരു പ്ലഗിനുണ്ട്. അപ്പോൾ അത് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇല്ല, ഡീഫോൾട്ടായിട്ട് ഒരു പ്ലഗിനും അവർ നമുക്ക് തരത്തില്ല. ഇതെല്ലാം നമ്മൾ എടുക്കണം.
കണ്ടോ ഇതുണ്ടോ ഈ എഫക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, അത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് ആഫ്റ്ററിലേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ട്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിനെ സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. റോങ് ഓ സോഫ്റ്റ്വെയർ കണ്ടോ, ആഫ്റ്റർ എഫക്ട്സിൽ മാത്രമേ ഇത് എടുക്കുകയുള്ളൂ. ഗ്രേഡിയൻറ്റ് കണ്ടോ, എഫക്ട്സ് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും ഇത് ആഫ്റ്റർ എഫക്ട്സ്, ദിസ് ഐറ്റം ഒൺലി ഫോർ ആഫ്റ്റർ എഫക്ട്സ് സോഫ്റ്റ്വെയർ കണ്ടോ. മുകളിൽ കാണിക്കുന്നത് വെച്ചാൽ ഇതൊന്നും ഇതിൽ വർക്ക് ചെയ്യത്തില്ല, എല്ലാം ആഫ്റ്റർ എഫക്ട്സിലുള്ള സാധനങ്ങളാണ്. സോ നമ്മളിതിലൊന്നും യൂസ് ചെയ്തൊരു കാര്യമില്ല. അതാണ് മോഷൻ ബ്രോ എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടും നോക്കിയല്ലോ ഏതൊക്കെയാണ്, ജ്യൂസ് മാനേജറും ആറ്റമിക്സ്. പിന്നെ AEV മോഷൻ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. AEV മോഷൻ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ എന്താണ് മീൻസ് എനിക്കിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ വയ്യ, ഓട്ടോമാറ്റിക്കായിട്ട് അത് എഡിറ്റ് ചെയ്ത് തരും. ഓട്ടോ എഡിറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഫോൾഡർ, അസറ്റ് ക്രിയേഷൻ, ക്രിയേറ്റ് ഫോൾഡർ ആൻഡ് സീക്വൻസ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഒരു പുതിയ ഇതിലോട്ട് കയറി കണ്ടോ. എന്നിട്ട് കളർ സ്റ്റൈൽ നമുക്ക് ഏത് വേണം, റെഡ്, ഗ്രീൻ, ബ്ലൂ. കളർ കറക്ഷൻ വേണം. വീഡിയോ കട്ട് ബൈ മ്യൂസിക് ബീറ്റ്, അല്ല കോൺസ്റ്റൻ്റ് ടൈം ആണെങ്കിൽ ടൈം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓപ്പൺ അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് ഓപ്ഷൻ, എന്നിട്ട് ഡു ഇറ്റ്, അത്രേ ഉള്ളൂ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അത് വന്നോളും. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ഫോൾഡർ ആൻഡ് സീക്വൻസിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു 2-3 ഒരു സംഭവം ഞാൻ പറയാം. ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ 2-3 സാധനങ്ങൾ എഡിറ്റ് ചെയ്യണം. ഇത് ഒരെണ്ണം കണ്ടോ. അപ്പോൾ ഇതായല്ലോ, ക്രിയേറ്റ് ഫോൾഡർ ആൻഡ് സീക്വൻസിൻ്റെ അകത്ത് ഇത് വീണ് കണ്ടോ. റിപ്പീറ്റ് വീഡിയോ വേണ്ട, റാൻഡം ആണെങ്കിൽ റാൻഡം കണ്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഡു ഇറ്റ് കൊടുത്തു നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ മിനിമം 4 വീഡിയോസ് ഇൻ ദ വീഡിയോ ഫോൾഡർ. നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ 4 വീഡിയോസെങ്കിലും അറ്റ്ലീസ്റ്റ് അതിൽ കൊടുക്കുക. ക്ലിക്ക് ചെയ്തു, ഞാൻ അടുത്തത് ഇത് കൊടുത്തു, ഇത് കൊടുത്തു. ഇപ്പോൾ എത്ര എണ്ണമായി, 3, ഒരെണ്ണം കൂടെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 4 ആയല്ലോ. ഡു ഇറ്റ്. മേക്ക് ഷുവർ ദാറ്റ് 4 വീഡിയോസ് ഇൻ ദ വീഡിയോ ഫോൾഡർ ആൻഡ് ഓൺലി 1 മ്യൂസിക് ഇൻ ദ മ്യൂസിക് ഫോൾഡർ. അപ്പോൾ അതിൻ്റെ അകത്ത് മ്യൂസിക് ഫോൾഡർ എന്ന് പറഞ്ഞ ഒരെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ടോ നോക്കുക കേട്ടോ. എല്ലാം കൊടുക്കണം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരത്തില്ല. ഇപ്പോൾ മ്യൂസിക് ഫോൾഡർ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു മ്യൂസിക് കാണണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. മ്യൂസിക് ഞാനൊന്ന് നോക്കട്ടെ, ഡൗൺലോഡ്സിൻ്റെ അകത്ത് ഏതെങ്കിലും മ്യൂസിക് ഉണ്ടോ നോക്കട്ടെ. ഇതാ കിടക്കുന്നു. എന്തോ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അകത്ത് ഇട്ട് ഇതിൽ ഞാൻ പ്രോജക്റ്റ് എടുത്തു. ഡു ഇറ്റ്. പരിപാടി തുടങ്ങി കണ്ടോ. പ്രോസസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ക്ലിക്ക് ചെയ്ത് ഓക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എഡിറ്റ് ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ എല്ലാം എഡിറ്റ് ചെയ്ത് തന്നോളൂ. കണ്ടോ, കൂടി സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മികച്ച ഫലങ്ങളിലേക്കും അവസരങ്ങളിലേക്കും എവിടെയാണ് അത് കട്ട് ചെയ്യേണ്ടത് ആ ഭാഗങ്ങളൊക്കെ അത് കട്ട് ചെയ്ത് തന്നോളൂ. നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെയും പക്ഷെ മിക്സ് ആയിരിക്കുമല്ല കണ്ടോ. ട്രാൻസിഷൻ ഒന്നും നമ്മൾ ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാൻ ഈസി അല്ലേ. ഇനി ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇടയ്ക്ക് ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ പോരെ, നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റിങ്ങിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു ലൈവായിട്ടൊരു സാധനം ഞാൻ എഡിറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ഓക്കെ, ഞാൻ Ctrl+A അടിച്ചിട്ട് ഓപ്പൺ ചെയ്തേ. സോറി ഇതിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതിന് ഞാൻ ഡിലീറ്റ് ചെയ്യാം പുതിയ ഫോൾഡറിൽ. ഓക്കെ, അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഐറ്റം, സീക്വൻസ്. ഓക്കെ, എന്നിട്ട് വിൻഡോയ്ക്കകത്ത് എക്സ്റ്റൻഷൻ്റെ അകത്ത് ഏതാണ് AVEMG എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഡീഫോൾട്ടായിട്ട് എന്താണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് അസറ്റ് ക്രിയേഷൻ, ക്രിയേറ്റ് ഫോൾഡർ ആൻഡ് സീക്വൻസ് ഞാൻ കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡറിൻ്റെ സംഭവം വന്നു കണ്ടല്ലോ. ഇനി വീഡിയോ എടുത്തു, വീഡിയോയ്ക്കകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയും വീഡിയോ ഉണ്ട്. Ctrl+A ഓപ്പൺ. ഓക്കെ, അത് വീഡിയോ എല്ലാം ആയി.
ഇനി നമ്മൾ റിപ്പീറ്റ് വീഡിയോ വേണ്ട, റാൻഡം വേണ്ട, കളർ സ്റ്റൈൽ ഗ്രീൻ ആണോ ബ്ലൂ ആണോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാം. റിപ്പീറ്റ് ചെയ്യണോ വീഡിയോ, ഞാൻ പറയണത് എനിക്ക് റിപ്പീറ്റ് ചെയ്യണ്ട. ഓക്കെ. പിന്നെ ഈച്ച് കട്ട് ഡ്യൂറേഷൻ എത്ര സെക്കൻഡ് വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുകയാണ് 2.5 അല്ല, എനിക്ക് ഒരു 1.5 വെച്ച് കട്ട് ചെയ്യണം. മനസ്സിലായോ? കട്ട് ചെയ്യുന്ന നമ്മൾ കട്ട് ചെയ്യണതിന് പകരം അത് പടപടാതെ കട്ട് ചെയ്ത് തരും. എത്ര സെക്കൻഡ് കുറച്ചോ കൂടുതൽ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് തരും. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇതിൻ്റെ അകത്തൊരു മ്യൂസിക് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം മ്യൂസിക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. സോ ഡൗൺലോഡ്സിൻ്റെ അകത്ത് ചുമ്മാ തൽക്കാലം ഇതൊരെണ്ണം കൊടുക്കാം. ഓക്കെ, ഡു ഇറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ സംഭവം കഴിഞ്ഞു. പ്രോസസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്, ഞാൻ ചുമ്മാ നോക്കട്ടെ. എല്ലാം ആയില്ലേ, കുറച്ചും കൂടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം ആയിട്ടില്ല, അവിടെ പ്രോസസ്സിങ് കാണിക്കുന്നേ ഉള്ളൂ. ഇത്ര ആയുള്ളൂ കണ്ടോ, ഇത്ര സംഭവങ്ങളെ ആയിട്ടുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് കണ്ടോ ടപ്പ് 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 എന്ന് പറഞ്ഞ് കട്ടായി പോകുന്നുണ്ട്. അതാ നമ്മൾ സെക്കൻഡ് കൂട്ടി, മനസ്സിലായില്ലേ? സെക്കൻഡ് കുറച്ചിരുന്നെങ്കിൽ കുറച്ച് പോയാനെ. മനസ്സിലായ സംഭവം? അപ്പോൾ ഇത് സത്യമായി നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എഡിറ്റ് ആയിക്കോളും. ഓക്കെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ്റെ അകത്ത് കളർ അത് വേണ്ട. മോഷൻ ബ്രോ നമ്മൾ നേരത്തെ നോക്കി. പിന്നെ റീടച്ച് പ്രോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ചില സമയത്ത് ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പം ഇതിന് ട്രൈ ചെയ്തേ. ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇതാ ഫേസ്, ഐസ്, നോസ് ഇതെല്ലാം വർക്ക് ചെയ്യണം കേട്ടോ. നോസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വർക്ക് ചെയ്യണം. അതേപോലെ എഫക്ട്സ്, ചേഞ്ച് കളറ്, അതേപോലെ ഇതിൻ്റെ താഴെ കുറച്ച് ബ്രഷസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ചിലപ്പം ആ ഒരു ഇതാണ്ടോ ഓവർലേ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ വരേണ്ടതാണ് സംഭവം. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. CG കളർ ഫിൽറ്റർ ഉണ്ടോ, കളർ ഫിൽറ്റർ ആണെങ്കിൽ കളർ ഫിൽറ്റർ, ബ്ലറ്, ബിഹൈൻഡ് ബ്ലറ്, ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ PG, ഫൈനൽ കോൺട്രാസ്റ്റ്, സേവ്, ഓക്കെ. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഫോട്ടോയാണ് കൂടുതലും നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് റീടച്ച് പ്രോ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഫോട്ടോഷോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോ അതും കൂടെ എഴുതിക്കോ, റീടച്ച് പ്രോ ഒന്നും കൂടെ എഴുതിക്കോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതാ കുറേ സംഭവങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പ്രീമിയർ കമ്പോസറാണ്. എന്ന് വെച്ചാൽ ഇതാ ഇവിടെ നിന്ന് എടുത്തതാണ് പ്രീമിയർ കമ്പോസർ. അതായത് ഇതിനകത്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഞാൻ. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ഓൾ കൊടുക്കുക. അനിമേഷൻ കമ്പോസർ എന്ന് വെച്ചാൽ ഒരു പാക്കാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതൊന്നും, നമ്മൾ ആ ഒരു പാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലങ്ങ് വർക്ക് ചെയ്യാം. കമ്പോസർ, പ്രീമിയർ കമ്പോസർ. അതായത് നമുക്ക് ഇതിന് ഇതാ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കാം. എവിടെയാണെന്ന് വെച്ചാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതാ ഇപ്പോൾ ലൈൻ ഫിൽ ഡ്രാഗ് ചെയ്ത് മുകളിലിട്ടാൽ കണ്ടോ, ഇതാ മോഷൻ ഗ്രാഫിക്സ് കണ്ടോ, ഇങ്ങനെ കയറിയത് ഇവിടെ വരും കണ്ടോ. ആ ഒരു മോഷൻ ഗ്രാഫിക്സിനെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം കേട്ടോ. മോഷൻ ഗ്രാഫിക്സിൻ്റെ റെഗുലർ ആക്കാം, ബോൾഡ് ആക്കാം, ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ ബാക്കി ടെക്സ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ട്രാക്കിങ് കാര്യങ്ങളും എല്ലാം അലൈൻ ചെയ്യാം കേട്ടോ. ബാക്കി ഇത് വേറെ അനിമേഷൻ എല്ലാം അവർ തന്നെ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അനിമേഷൻ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പിടിയോ, ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വിൻഡോയ്ക്കകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ട് അത് റെഡി ആവുള്ളൂ.
പ്ലീസ് ക്ലോസ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ. ഞാൻ ചുമ്മാ കൊടുത്തിട്ടേക്കും, കാരണം ഇത് ഒന്നും കൂടെ പ്രീമിയം റീസ്റ്റാർട്ട് ചെയ്താലേ അത് ആക്റ്റീവ് ആവുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എക്സ്റ്റൻഷൻ്റെ അകത്ത് പ്രീമിയർ കമ്പോസറിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. തൽക്കാലം ക്ലോസ് ചെയ്യുക. എല്ലാ പ്രോപ്പർട്ടിയും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, മീൻസ് അത് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ബ്രൗസ് ചെയ്തിട്ട് സ്റ്റാർട്ടർ പാക്ക്, ഇത് സ്റ്റാർട്ടർ പാക്കാണ്, ഫ്രീ സ്റ്റാർട്ടർ പാക്കാണ്. കണ്ടോ സൂം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇങ്ങ് അറ്റത്ത് ഇവിടെ അങ്ങ് വലിച്ചിടാം. സൂം ഇതാ കിടക്കുന്നു, നോക്കിയേ. ആ ഒരു ഭാഗത്ത് ആ ഒരു സൂം എഫക്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴേ കുറച്ച് ഹെവി ആവുന്നുണ്ട്. ഓക്കെ, അത് പോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ഇപ്പോൾ സോഷ്യൽ മീഡിയക്കകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിനുള്ള സാധനങ്ങളുണ്ട്. കണ്ടോ, യൂണിവേഴ്സൽ ഇതാ ലൈക്ക് ഐക്കൺ, നോട്ടിഫൈ ഐക്കൺ, കണ്ടോ, എല്ലാം വലിച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. അല്ലെ ആഡ് കൊടുത്താലും മതി. ഇമ്പോർട്ടിങ് ഐറ്റം എന്താ, ഇത് കഴിയുമ്പോൾ ഇതാ ഇതെടുത്ത് മുകളിൽ ഇട്ട് കൊടുക്കണേ. കണ്ടോ ഇതാ, അങ്ങനത്തെ ഐക്കൺസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. വീണ്ടും ഞാൻ ബ്രൗസിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ സബ് ടൈറ്റിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഷേപ്പ് എലമെൻറ്റ്സ് ആണെങ്കിൽ പല രീതിയിലുള്ള ഷേപ്പ് എലമെൻറ്റ്സ്, ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഒന്ന് വീഴും. കണ്ടോ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിൽ ഇട്ട് കൊടുക്കണേ. ഇതാ മുകളിലിടണം, അല്ലെങ്കിൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. കണ്ടോ, അപ്പം അങ്ങനെയുള്ള എഫക്ട്സും കാര്യങ്ങളും എല്ലാം, അതായത് പ്രീമിയറിൻ്റെ അകത്ത് തന്നെ സപ്പോർട്ട് ചെയ്യത്തക്ക ഒരുപാട് കാര്യങ്ങൾ. കണ്ടോ, ട്വിറ്ററിനുള്ള കാര്യമുണ്ട്, ഇൻസ്റ്റാഗ്രാമിനുള്ള കാര്യമുണ്ട്, മൗസ് കഴ്സറുണ്ട്, കണ്ടോ, ഷേക്ക് ആൻഡ് ഡിസ്പ്ലോട്ട് ഉണ്ട്. കണ്ടോ, അതൊക്കെ മൂവീസിനുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ കട്ട് ചെയ്യാമേ. സി അടിച്ചിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഓരോ ക്ലിപ്പിനെ കൊടുക്കുക, ആഡ് കൊടുക്കുക. കണ്ടോ, അതിവിടെ ഒന്ന് വീഴും. പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. കുറച്ച് സ്ലോ ആയിരിക്കും സംഭവം, കാരണം എന്താണ്, നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് കുറയ്ക്കാം. വ്യൂവിൻ്റെ അകത്ത് പ്ലേ ബാക്ക് റെസൊല്യൂഷൻ 1/6 ആക്കാം. അല്ലാതെ നല്ലവണ്ണം ഹാങ് ആവും. നോക്കിക്കോണേ, കണ്ടോ, ആ എഫക്റ്റ് അവിടെ ഒന്ന് വീടുക. മനസ്സിലേ? അപ്പോൾ അതേപോലെ പല രീതിയിലുള്ള എഫക്ട്സ് ഉണ്ട്. ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ ഡിജിറ്റൽ ഗ്ലിച്ച്, കണ്ടോ, ഗ്ലിച്ച്. ഇപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്, വേറെ ഏതെങ്കിലും ഒരു ഷോട്ടിലോട്ട് പോകണ സമയത്ത്, എന്നാലേ അത് കറക്റ്റായിട്ട് പറ്റുള്ളൂ. ഞാനിവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യണേ. അപ്പോൾ ഇവിടെയാണ് മൂവിങ്. അപ്പോൾ ഇവിടെ സി അടിച്ചു, ഇവിടെ കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഡിജിറ്റൽ ഗ്ലിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഒരു കട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ, എന്നാലേ കുറച്ചും കൂടെ ഒരു ഇതാവുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ പോണത്. അപ്പോൾ സി അടിച്ചിട്ട് അതിൽ മാത്രം അപ്ലൈ ആവും. സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക, കട്ടിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഡിജിറ്റൽ ഗ്ലിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അടക്കണം, കണ്ടോ, അത് അതിൻ്റെ ആ രീതിയിൽ കറക്റ്റായിട്ടത് ഗ്ലിച്ച് കണ്ടോ അപ്ലൈ ചെയ്തുമ്പോൾ കണ്ടോ. ഇത് അല്ലാതെ ആരും നമ്മളീ കാണുന്ന സാധനങ്ങളെല്ലാം പ്ലഗിനാണ്. ആദ്യം അത് മനസ്സിലാക്കണം. ആരും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റും. ഇത് പ്രീമിയറിൽ പോസിബിൾ അല്ല സംഭവം. ഇങ്ങനത്തെ ഗ്ലിച്ച് സാധനങ്ങളൊക്കെ പ്രീമിയറിൽ പറ്റും, പക്ഷെ ഭയങ്കര തൊല്ലുപിടിച്ച പണിയാണ്. അപ്പോൾ ഒരു ട്രാൻസിഷന് വേണ്ടി നമ്മൾ എന്ത് സമയം കളയുന്നു? നമ്മൾ വലിച്ച് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. FCPക്കകത്താണെങ്കിൽ ഇതിന് ഡബിൾ സാധനങ്ങൾ കാണും, കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്താണ് വേണ്ടത്, ഇതിപ്പോൾ ഫ്രീ തന്നെ നമുക്ക് നോർമലി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഫ്രീ ആയിട്ടുള്ള കാര്യം തന്നെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്? സോ സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക. ഇതാ അതിൻ്റെ മുകളിൽ ഒന്ന് വീണു. ഇനി ഞാൻ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ, ഒന്ന് വലിവാണ്, സ്വല്പം ഒന്ന് ഒരു സമയം എടുക്കും, കാരണം ഇത് കറങ്ങിയൊക്കെ വരണ്ടേ. കുറച്ച് ഹെവി സാധനമുണ്ട്, അതാണ്ട ഇങ്ങനെ കറങ്ങി വരണം. സൗണ്ട് വേണമെങ്കിൽ കണ്ട, അത് സൗണ്ടോട് കൂടി വരും, കണ്ട. ആക്ച്വലി സൗണ്ടും ഉണ്ട്, ആ ഗ്ലിച്ച് ഇത് കറങ്ങി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ സൗണ്ടോട് കൂടി നമുക്ക് കിട്ടും. നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഇനി പ്ലേ ചെയ്ത് നോക്കിയേ, കണ്ട ഇവിടെ സംഭവം. അപ്പോൾ എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ നമുക്ക് വേണം അതെല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സൂം ഇൻ, സൂം ഔട്ട്, ടെക്സ്റ്റ് ബോക്സ് വേണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ വേണ്ടിയിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, കണ്ടോ.
ട്വിച്ച്, ട്വിറ്റർ, എല്ലാ സാധനങ്ങളും ഇതിനകത്ത്. സൗണ്ട് ആണെങ്കിൽ സൗണ്ട് എന്തൊക്കെ വേണം, സൗണ്ടുകൾ വരെ ഫുൾ സൗണ്ടുണ്ട്. ഷേപ്പ് എലമെൻറ്റ്സ് ആണെങ്കിൽ ഷേപ്പ് എലമെൻറ്റ്സ് കണ്ടോ, കർവായിട്ട് പോകണോ, ആരോ ആയിട്ട് പോകണോ, ആരോയുടെ കസ്റ്റം പാത്ത് വേണോ, നമ്മളിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിന് നല്ല സംഭവങ്ങൾ തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വെറുതെ എഡിറ്റ് ചെയ്തൊരു കാര്യമില്ല. ഇതെല്ലാം സ്റ്റാർട്ടർ പാക്കാണ്, സ്റ്റാർട്ടറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സാധനം കിട്ടും. പക്ഷേ ഞാനിപ്പോൾ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല, അവിടെ എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാത്തത്, അത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് പൈസ കുറച്ച് ഇപ്പം ഒരു കമ്പനി കയറുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അങ്ങനെ കുറച്ച് സ്റ്റാർട്ടർ പാക്ക് മാത്രമേ ഉള്ളൂ, കുറച്ചും കൂടെ എനിക്ക് ഒന്ന് ഇമ്പ്രവൈസ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലിലും എല്ലാവരും സ്വന്തം സാധനമാണ് ചെയ്യുന്നത്. അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവരെല്ലാ സാധനങ്ങളും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് മൊത്തവും. ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒരു മാവേലിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് മോഡലൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതൊന്നും ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടുന്ന കാര്യം പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എഫക്ട്സും കാര്യങ്ങളും എല്ലാവരും എന്ത് ചെയ്യുന്നു, ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സംഭവം മനസ്സിലായി. ഇപ്പോൾ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് അത് കുറച്ച് ടൈം എടുക്കും, പക്ഷേ അതുകൊണ്ടോ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ്റെ അകത്ത് അത് റീടച്ച് പ്രോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. റീടച്ച് പ്രോ അത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ കളർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ്റെ അകത്ത് റെഡ് ജെയിൻറ്റ് യൂണിവേഴ്സ് ഡാഷ്ബോർഡ്, അത് കൂടുതലും നമ്മൾ കളർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. റെഡ് ജെയിൻ്റ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട്, അതിൻ്റെ അകത്തുള്ള കളർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അത് ഭയങ്കര ഹെവി ആയിരിക്കും ലോഡ് ചെയ്യുന്നതിനുള്ള എഫക്റ്റ്. ഓക്കെ, അതൊന്നുമില്ല, ജസ്റ്റ് കളറിങ്ങാണ്, കളറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ടൈം എടുക്കും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാം. എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അതങ്ങനെ കടന്നോട്ടെ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും പിന്നെ ഇതിൻ്റെ അകത്ത് മാജിക് ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതും എന്താണ് കളർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കേട്ടോ, ഇത്രയും കളർ ഞാൻ കളർ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതേപോലത്തെ കളർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫുട്ടേജിൻ്റെ അകത്താണ് എനിക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ അടിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തേ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം സാധനം ഉണ്ട് ഇവിടെ. ഇപ്പം ഒരു പ്രീസെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു പ്രീസെറ്റ് ചൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡയറക്റ്റ് ഇതിൽ പോയങ്ങ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള LUTസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, കളർ കറക്ഷൻ കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന കളറിനെ നമുക്ക് ഇങ്ങനെ ആക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് പല കളർ സ്പേസിൽ പല കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഫ്ലാറ്റ് വീഡിയോ, ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഈ LUTs ഉണ്ടല്ലോ, ആ LUTസിനെ നമുക്ക് നമ്മുടെ രീതിയിലുള്ള ഇതിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻസ് അങ്ങനെയല്ല, ഒരു ഇതായിട്ട് കൂട്ടിയാൽ മതി. ഒരു എന്താണ് പല രീതിയിലുള്ള LUTs നമുക്കുണ്ട്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കാണുമെന്ന്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചാൻസ് ഇല്ല. ക്ലിക്ക് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം നോർമലി ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനം വരണം. എന്നുവെച്ചാൽ കുറേ ലോഗുകൾ വരണം. എന്നുവെച്ചാൽ ഓരോ ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ടല്ലോ, നേരത്തെ കണ്ടില്ലേ, പല 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 വെറൈറ്റിയിലോട്ടുള്ള കളേഴ്സ് ഉണ്ട്. ആ ഒരു കളർ പ്രീസെറ്റിനെ നമ്മൾ LUT എന്ന് പറയുന്നത്. കളർ കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെ ഡയറക്റ്റ് വേണമെങ്കിൽ കളർ കറക്ഷൻ ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒബ്ജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഫുട്ടേജിൽ കൊണ്ടുവച്ചിട്ട് കളർ കറക്ഷൻ ചെയ്യാം, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതിൻ്റെ കുറച്ചും കൂടി ഒരു ഹൈ എൻഡ് വെർഷൻ ആണെന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ള പ്ലഗിൻ. ഇത്രയും പ്ലഗിൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് പരിപാടി നടക്കും. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും പ്ലഗിൻ ഉപയോഗിക്കേണ്ട, നമ്മളല്ലാതെ നോർമലി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അല്ല ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള സാധനം ആകുമ്പോൾ അത് മനസ്സിലായില്ലേ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പുതിയ പ്രീമിയറിൽ അവർ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ്ടോ, ഇതവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിങ് അറ്റൻഷൻ ടു സംതിങ് കണ്ടോ, ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഈ സൈഡിൽ കിടപ്പുണ്ട്. കണ്ടോ, എസെൻഷ്യൽ ഗ്രാഫിക്സിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എഴുതിക്കുക എസെൻഷ്യൽ ഗ്രാഫിക്സിൻ്റെ അകത്ത്.
ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. കണ്ടോ, അതായത് ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ടുണ്ട്. ടെക്സ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് മാറ്റാം. വീഡിയോ എഡിറ്റിംഗ് നോക്കാം. കണ്ടോ, അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. എന്താ കണ്ടോ, എവിടെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കതിന് എഡിറ്റ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ അകത്ത് ഏതാണെന്ന് പറഞ്ഞാൽ മോഷൻ ഗ്രാഫിക്സ് ആണെങ്കിൽ മോഷൻ ഗ്രാഫിക്സിലോട്ട് കയറുക, അല്ല നമ്മൾ നേരത്തെ എടുത്ത ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് കയറുക. അത് എസെൻഷ്യൽ ഗ്രാഫിക്സ് ഉണ്ട്. അതുപോലെ ഇത് കളറാണ്. കളർ നമ്മൾ നേരത്തെ നോക്കിയതാണ്. ജസ്റ്റ് മോഷൻ എന്ന് അടിച്ചു നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം, മോഷൻ സെർച്ച് ചെയ്യാം. അതിപ്പോൾ മോഷൻ റിലേറ്റഡുള്ള കാര്യങ്ങളെല്ലാം വരും, മോഷൻ ബ്ലറും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വീഡിയോ ട്രാൻസിഷൻസ് നമ്മൾ നോക്കിയായിരുന്നല്ലോ, എല്ലാം ഒരുപാട് ട്രാൻസിഷൻസ് അവർ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ അതിൽ നിന്ന് എടുത്തതാണ്, മറ്റേ പ്ലഗിൽ നിന്ന് എടുത്ത സംഭവമാണ്. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാമല്ലോ. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്ട്സ് കൺട്രോളിൽ പോയാൽ നമുക്കിതിന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രീസെറ്റാണ് അവർ ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ട്. കണ്ടോ, സ്ട്രോക്കും കാര്യങ്ങളൊക്കെ മാറ്റാം, അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും എല്ലാം മാറ്റാം. മിക്കവാറും എല്ലാ പ്രീസെറ്റും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലായിരിക്കും അവർ ഇടുന്നത്. പിന്നെ എത്ര സമയം വേണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. അത് ഇതിലല്ല, അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീരുമാനിക്കാം. കണ്ടോ, അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ പ്രീ കോംബ് ചെയ്യാം. പ്രീ കോംബ് അല്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഒറ്റ ക്ലിപ്പാക്കി മാറ്റാം. എന്നിട്ട് ഇതിനെ കോപ്പി ചെയ്തിട്ട് ഞാൻ മുകളിൽ വെച്ച്, അതിൻ്റെ അകത്ത് ഓഡിയോയും കൂടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ റൊട്ടേഷൻ തിരിച്ചു, അല്ലെങ്കിൽ ഈ സൈഡിലോട്ടാക്കാം അതിന്. ഇപ്പോൾ നോക്കിയേ, കണ്ടോ സംഭവം മാറിയില്ലേ? അപ്പോൾ നമ്മുടെ ബാക്കിയെല്ലാം നമുക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മുടെ ആ ഒരു രീതിയിലാക്കിയെടുക്കുക എന്ന് മാത്രമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ പ്രശ്നമില്ല, എല്ലാ സാധനങ്ങളും നമുക്ക് ഡീഫോൾട്ടായിട്ട് കാണും. പിന്നെ ചാനൽസിലൊക്കെ ആകുമ്പോൾ അത്രയും കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനത്തെ കറങ്ങി വരണത് അങ്ങനെ സാധനങ്ങളൊന്നും നോർമലി ന്യൂസിൻ്റെ ഒന്നും ഇടയിൽ വരാറില്ല. അല്ലാതെ പരിപാടികളുടെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. നമ്മൾ ഇൻസ്റ്റയിലും അങ്ങനത്തെ സംഭവം അതൊക്കെ നമുക്ക് ഇപ്പോൾ ഫിലിമോറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഫോണിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ടിട്ട് ഇങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലിട്ടാണ് പിള്ളേരെല്ലാം ചെയ്യണം സാധാരണ. ഞാനും ചെയ്യാറുണ്ട്, പക്ഷേ ഫോണകത്ത് എനിക്കത്ര കംഫർട്ടബിൾ അല്ല. ഞാൻ ആയി വരുന്നേ ഉള്ളൂ ഫോണിൽ. പിടികിട്ടിയ സംഭവം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഇങ്ങനത്തെ പ്ലഗിൻസൊക്കെ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും. ഒന്നും ചെയ്യണ്ട, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയർ ഓപ്പൺ ആകുമ്പോൾ എവിടെ വരും, വിൻഡോയ്ക്കകത്ത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ എക്സ്റ്റൻഷൻ്റെ അകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ പ്രോഗ്രാം മോണിറ്റർ ഉണ്ട്. പ്രോഗ്രാം മോണിറ്ററിൻ്റെ അകത്ത് നമുക്ക് സീക്വൻസ് ഉണ്ട്. അല്ല, നിങ്ങൾക്ക് സീക്വൻസ് നമുക്ക് വേറെ കാണണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീക്വൻസ് നമുക്ക് സെപ്പറേറ്റ് കാണാം. ഇത് നെക്സ്റ്റ് ആയതുകൊണ്ട് കണ്ടോ, നെക്സ്റ്റ് ആയതുകൊണ്ട് അകത്ത് കയറിയിട്ട് നമുക്ക് അല്ലാതെ ആ സീക്വൻസ് കാണാൻ പറ്റും. കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇതാവും. ഇപ്പോൾ രണ്ട് മോണിറ്റർ ഉണ്ടെങ്കിൽ ഇതിനെ വലിച്ച് ഒന്നിലിടുക, ഇതിനെ വലിച്ചിൽ ഒരെണ്ണത്തിട്ട് ചെയ്യുക. മറ്റേതിൽ എഫക്ട്സും റൈറ്റ് സൈഡിൽ ഇത് നമുക്ക് കാണാം. രണ്ട് മോണിറ്റർ ഉണ്ടെങ്കിൽ. രണ്ട് മോണിറ്ററിന് വേറെ ഒന്നുമില്ല, ഇതിനെ വലിച്ചങ്ങിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വീഴുന്നോളും. ഇത് ഈ ഒരു മോണിറ്ററിൽ നമ്മളിത് ചെയ്യും. ഈ ഒരു മോണിറ്ററിൽ നമ്മളതിൻ്റെ എത്ര ഭാഗം കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്യാറില്ല ഇതിൽ നോക്കി, ഞാൻ ഇതിൽ നോക്കിയേ കട്ട് ചെയ്യാറുള്ളൂ. പിടികിട്ടിയാ? പിന്നെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പ്ലഗിൻ, ഒന്ന് ഡിപ്പ് ടു വൈറ്റ്. തുടങ്ങുന്ന സമയത്ത് ഡിപ്പ് ടു വൈറ്റ് ഇതാ ഇവിടെ ഡ്രാഗ് ചെയ്തിടുക. ഡിപ്പ് ടു വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്ടോ, നമ്മൾ തുടങ്ങി വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഡിപ്പ് ടു വൈറ്റ്. ഇതാ ഉണ്ടോ, അത് വേണമെങ്കിൽ സ്ലോ ആക്കാം, ഞാൻ ഫാസ്റ്റാക്കി കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ തീരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിപ്പ് ടു ബ്ലാക്ക്. ഇത് എല്ലാം കോമൺ ആയിട്ട് എല്ലാ എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഡിപ്പ് ടു ബ്ലാക്ക്. ഓക്കെ, മൂവ് ചെയ്തിട്ട് എത്ര സമയം വേണം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിപ്പ് ടു വൈറ്റും എൻഡിൽ നിർബന്ധമില്ല, പക്ഷെ നോർമലി കേസിൽ അങ്ങനെയാണ്. നമ്മളിതൊന്ന് അവസാനിപ്പിക്കുമ്പോഴേ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാതെ പതുക്കെ അങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനും പല സ്ഥലത്തും അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ കട്ടടിച്ചിട്ട് അങ്ങ് ഔട്ട് എടുക്കും. പക്ഷെ അത്
അതല്ല നമ്മുടെ കണ്ടൻറ്റ് വേറെ ഞാൻ ക്ലാസ്സസ് കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അല്ലാതെ നമ്മൾ വേറൊരു വീഡിയോ ടൈപ്പ് സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യും. ഇപ്പോൾ ക്ലാസ് അല്ലേ, ഒറ്റ കട്ട്, തുടക്കത്തിൽ ഒരു കട്ട് ഇടുന്നു, ലാസ്റ്റ് അവസാനമാകുമ്പോൾ അതങ്ങ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ രണ്ടിലും വലിച്ചിടണം. തുടങ്ങുമ്പോൾ ഒന്ന് വലിച്ചിടണം, കഴിയുമ്പോഴും ഒരെണ്ണം വലിച്ചിടണം. ഇപ്പോൾ ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗോയിലും ഇത് കൊടുക്കാം. ഇപ്പോൾ ഈ ലോഗോ വെച്ചെന്ന് വെച്ചോ, ഈ ലോഗോ എടുത്തുകൂടെ വെച്ച് ഇങ്ങനൊരു സാധനം ഞാൻ സ്കെയിൽ ചെയ്ത് ഇട്ടു തന്നെ. ഓക്കെ, എനിക്ക് ഈ ലോഗോയും കൂടെ പോകണ്ടേ, ഈ ലോഗോയും കൂടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പോകണം. കണ്ടോ, അപ്പോൾ തുടങ്ങുമ്പോഴും ഇതേ സെയിം സാധനം കണ്ടോ, ഡിപ് ടു വൈറ്റ്, അത് കറക്റ്റ് ആ ലോഗോയിൽ പിടിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ലോഗോയും എല്ലാം ഒരുമിച്ച് വരും. കണ്ടോ, അല്ലെങ്കിൽ വൃത്തികേടാണ്, ലോഗോ മാത്രം നിൽക്കും, ഇത് മാത്രം വരും. പിടിയിട്ടാ. അതേപോലെ ഡിപ് ടു ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡിപ് ടു ബ്ലാക്ക്, ഇത് കട്ടല്ല, അതാണ് വീഴാത്തത്. ഇവിടെ സെലക്ട് ചെയ്യുക, സി അടിക്കുന്നു, കട്ട് ചെയ്യുന്നു, ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഡിപ് ടു ബ്ലാക്ക്. കണ്ടോ, ഇത്രയും പോകണ്ട, സ്വല്പം ഡ്രൈ ചെയ്ത് അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യുക. അപ്പം ഒരുമിച്ച് ലോഗോയും ഇതും കൂടെ അങ്ങ് ഓഫാവും. മനസ്സിലായി? അതാണ് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം. അപ്പോൾ സീരിയലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം. അപ്പം കുറേ ഷോട്ട് കട്ട് ചെയ്ത് കളയേണ്ടി വരും, ട്രാൻസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഷോർട്ട് ഫിലിമിനും അതുപോലെ തന്നെ ഇത്രയും സമയത്തിനുള്ളിൽ തീർക്കണമെന്നുള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പണി കൂടുതലായിരിക്കും.